നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇക്കാര്യം തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മറ്റാരും ഇതറിയരുത്. മുത്തശ്ശിയുടെ മരണത്തിന് പിന്നിൽ ആരാ അത് നമുക്ക് തെളിയിക്കാം. വഴിയുണ്ട്. ഇന്ന് തന്നെ നമ്മളത് തെളിയിക്കും. ഉറപ്പാ. നിങ്ങൾ വാ. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. എൻട്രൻസ് പരീക്ഷയിൽ ജയിക്കാനായാൽ എന്റെ ജീവിതത്തിലൊരു വലിയ വഴി തുറന്നു കിട്ടും. ആർക്കൊരു ബാധ്യതയാവാതെ ഇവിടുന്ന് പോവാൻ എനിക്ക് കഴിയും. മുത്തശ്ശിയോട് ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ലെന്ന് മുത്തശ്ശിക്കറിയാം. എനിക്ക് വേണ്ടിയാ മുത്തശ്ശി മരിച്ചത്. എന്നെ കൊല്ലാൻ വന്നവരാണ് മുത്തശ്ശിയെ തല്ലി താഴെ ഇട്ടത്. എല്ലാ സത്യവും ഒരു കാലത്ത് പുറത്തു വരും മുത്തശ്ശി. അതിന് അധിക കാലമൊന്നും ആർക്കും കാത്തിരിക്കേണ്ടി വരില്ല. മുത്തശ്ശിയുടെ ആത്മാവ് ആ കൊലപാതകയെ വെറുതെ വിടില്ല. എന്നെ അനുഗ്രഹിക്കണേ മുത്തശ്ശി. വാ മോളെ, വാ. ഇരിക്കേ. നിന്റെ പ്രാർത്ഥന വസുമതി കേൾക്കും മോളെ. മോള് ധൈര്യമായിരിക്കേ. മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം. മോള് നന്നായി വരും. പഠിച്ചു നീ ഉയരങ്ങളിലെത്തും. എന്റെ വസുമതിയുടെ ജീവനെടുത്ത ആളെ കണ്ടെത്താൻ പോലീസിന് കഴിയാതെ വന്നാൽ ആ കൊലയാളിയുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കാൻ മോൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യണം. കാരണം നിന്റെ സത്യസന്ധതയാ ചോദ്യം ചെയ്തിരിക്കുന്നേ. ദേവി എല്ലാത്തിനും തുണയുണ്ട് മുത്തശ്ശ. കാവേരി ചേച്ചി പ്രാർത്ഥിക്കണം. അതുണ്ടാവാതിരിക്കും അമ്മു. സഞ്ജുവും സ്വാതിയും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. അവര് വന്നിട്ട് പോയാ പോരെ? അവര് വരാൻ വൈകും. ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞിട്ടാ പോയത്. ലച്ചു ശ്രീദേവിയെ കാണുന്നില്ലേ? ഞാൻ അമ്മയെ ചെന്ന് കണ്ടു. അമ്മ ബെഡിന്ന് എഴുന്നേറ്റിട്ടില്ല. എന്നാ നമുക്ക് ഇറങ്ങാം. പോയിട്ട് വരട്ടെ മുത്തശ്ശ. നിങ്ങൾ ചെല്ലേ. വാ. പോട്ടെ മുത്തശ്ശ. പോയിട്ട് വാ മോളെ. ശരി. ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ലക്ഷ്മി എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ട്. ലക്ഷ്മി അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സർ. അതിന്റെ റിസൾട്ടാണിത്. ലക്ഷ്മിക്ക്
അഡ്മിഷൻ ഉറപ്പിക്കാം. ലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. സിലബസും മറ്റു കാര്യങ്ങളും ടീച്ചർ തരും. താങ്ക് യു സർ. എന്നിട്ട് ലച്ചുവിന്റെ കുടുംബ പേര് തച്ചിലെടുത്തെന്നാ. ആ തച്ചിലെടുത്ത തറവാട്ടുകാർ ഈ സിറ്റി തന്നെയുണ്ട്. അതെയോ? ആ, അവര് താമസിക്കുന്ന സ്ഥലം കാണാൻ ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ കണ്ടെത്താനായില്ല. പിന്നെ നീ ഇപ്പൊ എന്ത് രഹസ്യം കണ്ടെത്തിയെന്നാ? മാഡം, അർജുൻ എന്നൊരു ഏട്ടൻ ലച്ചുവിനുണ്ട്. ലച്ചുവിന്റെ മൂത്ത സഹോദരനാ അർജുൻ. ആ അർജുന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? ആ സ്കൂളിൽ ചെന്ന് അർജുന്റെ മോനെ കണ്ട അവരെവിടെ താമസിക്കുന്നെന്ന് അറിയാൻ പറ്റും. നന്ദൂട്ടൻ എന്ന ആ കുട്ടിയുടെ പേര്. ഞാൻ പോയി നന്ദൂട്ടനെ കണ്ട് ഇക്കാര്യം തിരക്കിയ അവന് സംശയം തോന്നും. അതാ ഞാൻ അവനെ കാണാൻ പോകത്തത്. സ്കൂളിന്റെ അഡ്രസ്സ് ഞാൻ തരാം. മാഡം ആ സ്കൂളിൽ പോയി നന്ദൂട്ടനെ കണ്ടാ മതി. സൂത്രത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാകും. പിന്നെ മാഡം ആ സ്കൂളിൽ പോയി ആ കൊച്ചിനെ കണ്ടെന്ന് വെച്ച് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്തായാലും അന്വേഷണത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു പയ്യനാ. ഇനി ആ സത്യം നന്ദൂട്ടന്റെ വയലിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് മാഡത്തിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അപ്പൊ തങ്കച്ച ഞാൻ വിചാരിച്ച പോലെ അല്ല, ആളും മിടിക്കുക. എന്തായാലും ഈ ഡീറ്റെയിൽസ് ഒന്നും തങ്കച്ചി സ്വാതിയോട് പറയരുത്. അല്ല മാഡം, ആ കുട്ടിയല്ലേ ഇതൊക്കെ അറിയാൻ മുമ്പേ എനിക്ക് രൂപ തന്നത്. ആ, സംഗതിയൊക്കെ ശരിയാ. പക്ഷേ കൂടുതൽ ക്യാഷ് തന്നത് ഞാനാ. ഒന്നും വെറുതെ വേണ്ട. ഞാൻ അങ്ങനെയാ. എന്നെ സഹായിക്കുന്നവരെ കൈ അയച്ച് ഞാനും തിരിച്ച് സഹായിക്കും. ആ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ മാഡം. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മാഡം. ആ, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. സ്വാതി ഡീറ്റെയിൽസ് ഒന്നും അറിയരുത്. പിന്നെ ഇന്ന് തന്നെ തരാന്ന് പറഞ്ഞ ക്യാഷ് നിന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. അപ്പോ ഇനി വൈകണ്ട, നേരെ സ്കൂളിലേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.